കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നികേഷിനെ കാണാതായതോടുകൂടി തന്നെ സുഭാഷിനും സുധീഷിനും ഹരീഷിനും എല്ലാവരും ആകെ ടെൻഷനായിരുന്നു. എങ്ങോട്ടേക്ക് പോയി എന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം തൻ്റെ അമ്മയും സുഭാഷേട്ടൻ്റെ അമ്മയും സുധീഷേട്ടൻ്റെ അമ്മയും ഒക്കെ വേറെയാണ് എന്ന സത്യം നികേഷ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നികേഷിനത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ നികേഷിനെ കാണാനില്ല എന്നറിഞ്ഞപ്പോഴേക്കും നിധിയും ആകെ ടെൻഷനായി. നിധി പിന്നെ സുധീഷിനോടൊക്കെ പറയുന്നുണ്ട് എവിടെയെങ്കിലും പോയിട്ടൊന്ന് അന്വേഷിക്കുകയെന്ന്. അവൻ ചുമ്മാ ഇങ്ങനെ പോയിരിക്കുന്നൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അവർ 4 പേരും കൂടി പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നികേഷിനെ പറ്റിയിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല. വരുന്ന സമയമെല്ലാം കഴിഞ്ഞു. 5 മണിയായി, 6 മണിയായി. അങ്ങനെ എത്രയായിട്ടും അവനെ കാണുന്നില്ല. പിന്നീട് അങ്ങനെ ഭാസ്കരൻ വീട്ടിലേക്ക് വന്നപ്പോൾ പുള്ളി ഇറങ്ങിയ കാര്യമൊന്നും തന്നെ അറിയാതെ മിണ്ടാതെ അവിടെ വന്നിരിക്കുകയാണ്. ഭാസ്കരൻ്റെ കണ്ണൊക്കെ ഇടയ്ക്ക് നിറയുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ ആ സിറ്റൗട്ടിൽ കട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ഭാസ്കരൻ. ആ സമയത്ത് തന്നെ നിധി സുധീഷിനെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കും. ഇല്ല, ഒരു വിവരവുമില്ല. ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നോക്കി. ഉച്ച കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്നും ഇറങ്ങിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങോട്ടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല എന്ന് സുധീഷ് മറുപടി നൽകി. ഒടുവിൽ നിധി പറഞ്ഞെന്നുണ്ട്, ഒരു കാര്യം ചെയ്യേ, ബീച്ചിലേക്കൊന്ന് പോയി നോക്കിയെന്ന് പറയും. ബീച്ചിലേക്കോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ അതെ, ചിലപ്പോൾ അവിടെ കാണുമായിരിക്കുമെന്ന് പറയാണ് നിധി. അത് കേട്ടപ്പോൾ ശരി, അവിടെ പോയി നോക്കാമെന്നും പറഞ്ഞു കൊടുത്തിന് സുധീഷ് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് നേരെ ബീച്ചിലേക്ക് പോവാണ്. എന്താണെങ്കിലും നിധിയുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം സത്യമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ നികേഷ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. ആരുമില്ലാതെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സുധീഷിന് ശരിക്കും അങ്ങ് സങ്കടം വന്നു. പക്ഷേ അതൊന്നും അവൻ പുറമേ കാണിച്ചില്ല. അവനെ കണ്ടപ്പോൾ തന്നെ സുഭാഷിന് പകുതി സമാധാനമായി. സുഭാഷ് അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. സുധീഷ് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? നിനക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോരാമായിരുന്നില്ലേ? നികേഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ സുധീഷേട്ടാ? ഉടനെ സുധീഷ് എന്ന് തമാശയാക്കി പറഞ്ഞു, എടാ നീ തനിച്ചാണോ അതോ നിന്റെ ഗേൾഫ്രണ്ടും കൂടെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ഒരു പ്രശ്നം അങ്ങ് ലഘുവായി തന്നെ സുധീഷ് അങ്ങ് മാറ്റാൻ നോക്കി. അന്നേരം നികേഷ് പറയുന്നുണ്ട്, എന്ത് ഗേൾഫ്രണ്ടോ? അല്ല. സുധീഷ് വിട്ടുകൊടുത്തില്ല. പിന്നെ ഈ സമയത്ത് നീ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഞങ്ങളെ കണ്ടപ്പോൾ നിന്റെ ഗേൾഫ്രണ്ട് മാറിപ്പോയതാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നികേഷ് പറഞ്ഞത്, ദേ സുധീഷേട്ടാ, വെറുതെ ഓരോന്നും പറയല്ലേ, എനിക്കങ്ങനെ ഗേൾഫ്രണ്ടൊന്നുമില്ല. ഓ ഇല്ലല്ല, പിന്നെ നീ എന്തിനാടാ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? നിന്റെ ഫോൺ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചാർജ് തീർന്ന് ഓഫായി പോയി എന്ന് നികേഷ് മറുപടി കൊടുത്തു. കൊള്ളാം, എടാ നിനക്കൊരു വാക്ക് വിളിച്ചു പറയാമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങളും ഇവിടെ നിന്റെ കൂടെ വന്ന് കടലൊക്കെ കണ്ടിട്ട് ഇവിടെ സമയം കഴിച്ചേനെ. സുധീഷിൻ്റെ ചോദ്യം കേട്ടിട്ട് നികേഷ് ഇങ്ങനെ അന്തം വിട്ട് സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് പരിപാടിയായി കാണിച്ചത്? എങ്ങനെയാണ് നീ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു എന്നല്ലേ? അതൊക്കെ അറിഞ്ഞു. അല്ല, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ചോദിക്കുകയാണ്. ഞങ്ങൾ എത്ര വിഷമിച്ചു എന്നറിയോ? ദേ അങ്ങോട്ടേക്ക് നോക്ക്, സുഭാഷേട്ടൻ ഇരിക്കുന്നത് കണ്ടോ? സുഭാഷേട്ടൻ നികേഷിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. നികേഷ് ഓടിച്ചെന്നിട്ട് സുഭാഷേട്ടൻ അങ്ങ് കെട്ടിപ്പിടിച്ചു. സുഭാഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ മോനെ. സുഭാഷേട്ടൻ അത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. സ്വന്തം മകനായിട്ടല്ലേ അവനെ വളർത്തിയത്. സുധീഷ് വന്ന് പറയുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നീ ഞങ്ങളുടെ അനിയൻ തന്നെയല്ലേ? അമ്മ വേറെയാണെന്നല്ലേ ഉള്ളൂ, അച്ഛൻ ഒന്നല്ലേ? പിന്നെ നീ എങ്ങനെ ഞങ്ങളുടെ അനിയനല്ലാതാവും? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കുറച്ചങ്ങ് ദേഷ്യപ്പെടുകയാണ്. നികേഷിനെ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ നിധിക്ക് വല്ലാത്ത സമാധാനമായി. ഹരീഷ് ഈ സമയത്ത് തന്നെ ഓരോ ഇടത്തായിട്ട് നികേഷിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഹരീഷിനെ വിളിച്ചിട്ട് അവർ കാര്യം പറഞ്ഞപ്പോൾ അവനും ഒരുപാട് ആശ്വാസമായി. എല്ലാവരും കൂടെ നികേഷ് വരുന്നതും കാത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ ഭാസ്കരൻ ഒരു പാട്ടൊക്കെ അങ്ങ് വെച്ച് ആസ്വദിച്ചിരിക്കുകയായിരിക്കും. നികേഷിനെ കിട്ടിയതിൽ ഒരുപാടധികം സന്തോഷം കൊണ്ടിട്ടോ ഭാസ്കരനെ. പക്ഷേ ഹരീഷിന് അത് സഹിച്ചില്ല. സ്വന്തം മകനെ കാണാനില്ല എന്നറിഞ്ഞിട്ടും പാട്ട് കേട്ടിരിക്കുന്ന ഒരച്ഛൻ, ഇവർക്കൊക്കെ എവിടുന്നാ ഇത്ര സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് പറയാണ്. ഭാസ്കരൻ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അങ്ങ് പാട്ട് കേട്ടിരുന്നു. എല്ലാവരും അകത്തേക്ക് വന്നപ്പോൾ ഹരീഷ് നികേഷിനെ അങ്ങ് വഴക്ക് പറഞ്ഞു, നിനക്ക് ഇവിടെ ഇരിക്കാമായിരുന്നില്ലേ? ഇത്തിരിയെങ്കിലും സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേയധികം കുറ്റപ്പെടുത്തിയെങ്കിലും അവസാനം അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് ഹരീഷ്. നീ ഞങ്ങളുടെ കുഞ്ഞനിയനല്ലേടാ, നീ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സങ്കടമാവില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ അങ്ങ് തീരാണ്. പക്ഷേ സുഭാഷേട്ടൻ്റെ മനസ്സിൽ ഒരു പേടി ബാക്കിയുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ നികേഷ് ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി സുഭാഷ് പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് ഒരു തോർത്തെടുത്ത് തൻ്റെ കാലും നികേഷിൻ്റെ കാലും കൂടി അങ്ങ് കൂട്ടിക്കെട്ടി. ഈ ഒരു കാഴ്ച നിധി കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നികേഷ് ഉണർന്നുകൊണ്ട് ചോദിച്ചു, എന്താ ഏട്ടാ ഇത്? ഞാൻ ഇനി എങ്ങോട്ടേക്കും പോവില്ല, ഏട്ടൻ പേടിക്കണ്ട. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, എടാ എനിക്ക് പേടിയാടാ, നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയും. അത്രക്കധികം ഇഷ്ടമാണ് കേട്ടോ സുഭാഷേട്ടനെ നികേഷിനെ. നികേഷ് സുഭാഷേട്ടനങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
അങ്ങനെ പിറ്റേ ദിവസം നിധി നികേഷിനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ വഴിപാടുകളൊക്കെ കഴിച്ച് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നീ എന്തിനാ വിഷമിക്കുന്നത്? ഇത്രയും സ്നേഹമുള്ള 3 ചേട്ടന്മാരല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നീ അവരുടെ സ്വന്തം അനിയൻ തന്നെയാണ്. ഇത്തരം ചെറിയ കാര്യത്തിന് നീ ഒരിക്കലും തകർന്നു പോവരുത്. അത് കേട്ടപ്പോൾ നികേഷ് സോറി പറയുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് നിധിയെടുത്തി. നിങ്ങളൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിധി പറയുന്നുണ്ട്, നീ വന്നതു മുതൽ മറ്റുള്ളവരെങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നതും നീയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ സുധീഷ് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു. നിധിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇന്ന് കയ്യിൽ കിട്ടുമെന്ന്. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. സുധീഷ് നിധിയെ കൂട്ടിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയി. സുഭാഷ് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ നികേഷിനെയും എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ സുഭാഷ് ഏട്ടൻ്റെ പേടി. നികേഷ് എത്ര പറഞ്ഞിട്ടും സുഭാഷ് അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോളാം, നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടൻ നേരെ അടുക്കളയിലേക്ക് പോയി. കോളേജിലേക്ക് എത്തിയപ്പോൾ സുധീഷ് അവിടെയുള്ള ഒരു അടുത്ത സ്റ്റാഫിനെ കണ്ട് സംസാരിക്കുന്നത് നിധി കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കാത്തിരുന്നതിന് ശേഷം നിധി വിളിച്ചിട്ട് രജിസ്റ്റർ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു. നിധി പ്രാർത്ഥനയോടുകൂടെ ഇരുന്നു. ഒടുവിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിധി സുധീഷിനോട് താങ്ക്സ് പറഞ്ഞു. പുള്ളിയുടെ കൈയും പിടിച്ചുകൊണ്ടാണ് നന്ദി പറയുന്നത്. സുധീഷിന് അത് വലിയ കാര്യമായിരുന്നു. വഴിയിൽ വെച്ച് നിധി ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് ബീച്ചിലേക്ക് പോയാലോ എന്ന്. സർട്ടിഫിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ അവരങ്ങനെ ബീച്ചിലേക്ക് പോയി. അവിടെ വെച്ച് നിധിക്കൊരു ഐഡിയ പറഞ്ഞു. നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന്. നികേഷിൻ്റെ മനസ്സൊന്ന് ഫ്രഷ് ആവട്ടെ. സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നും പോവാറില്ല. ഇതെന്ത് ജീവിതമാണ് സുധീഷേ, ഇടയ്ക്കൊക്കെ ഒന്ന് എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ എന്ന് നിധി ചോദിച്ചു. ഇതേ സമയത്ത് തന്നെ ഹരീഷ് ഇങ്ങനെ വർക്ക്ഷോപ്പിലിരിക്കുന്ന സമയത്തിനെ നീതു അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. ഹരീഷിന് ആകെ ടെൻഷനായി. അവൾ ഹരീഷിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചന്തു അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹരീഷ് നീതുവിൻ്റെ പിന്നാലെ ചെന്ന് സോറി പറയാൻ നോക്കി. നീതു ദേഷ്യപ്പെടുന്നുണ്ട്. ഹരീഷെ, എന്നെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത്? എനിക്ക് സോറി ഒന്നും കേൾക്കണ്ട. എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നത്. ഇനി ഞാൻ ഏതായാലും വരില്ല. എൻ്റെ പിന്നാലെ വരികയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയി. ഹരീഷിനത് വലിയ വിഷമമായിരുന്നു. ചന്തുവും ഹരീഷിനെ കുറേയധികം കുറ്റപ്പെടുത്തി. ഈ സമയത്ത് തന്നെ ഹേമ രാജീവേട്ടനോട് ഒരു ട്രിപ്പ് പോവാൻ പറഞ്ഞു. ഈ വീട്ടിലിരുന്നിട്ട് എനിക്ക് മടുത്തു. അവളുടെ പോക്കിന് ശേഷം എനിക്കൊരു സന്തോഷവുമില്ല. അന്നേരം രാജീവും അത് സമ്മതിച്ചു. സുധീഷ് വീട്ടിൽ വന്ന് ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു. പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ സുഭാഷും ഹരീഷും ഏറ്റു. നിധിയെയും കൂട്ടിക്കൊണ്ട് തന്നെ അവർ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയി. അവിടെ ഹോട്ടലിൽ റൂം എടുക്കാൻ ആധാർ കാർഡ് ചോദിച്ചപ്പോൾ നിധിയുടെ കയ്യിൽ അതില്ലായിരുന്നു. പക്ഷേ സുധീഷിൻ്റെ ഫോണിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. നിധി കാണാതെ സുധീഷ് അത് കൊടുത്തിട്ട് ആ ഒരു റൂം എടുത്തു. അതേ ഹോട്ടലിൽ തന്നെ നിധിയുടെ വീട്ടുകാരും എത്തിയിരുന്നു. അവിടെ വെച്ച് അവരെ കണ്ടുമുട്ടി. നിധി അച്ഛനെ വിളിക്കാൻ നോക്കിയെങ്കിലും രാജീവ് മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ സുധീഷും അരുണുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. തൻ്റെ വീട്ടുകാർ എത്രമാത്രം ക്രൂരന്മാരാണ് എന്ന് നിധിക്ക് അതോടുകൂടെ തന്നെ മനസ്സിലായി. എങ്കിലും ആ 2 ദിവസം അവർ നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ കൊടൈക്കനാലിലെ മഞ്ഞു വീണ മലനിരകളിൽ വെച്ചുകൊണ്ട് തന്നെ നിധിയുടെയും സുധീഷിൻ്റെയും ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുന്നതാണ്. കൊടൈക്കനാലിലെ ആ തണുപ്പുള്ള വൈകുന്നേരത്ത് ഹോട്ടൽ വരാന്തയിൽ വെച്ച് നിധി തൻ്റെ അച്ഛൻ രാജീവിനെ കണ്ടുമുട്ടി. വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ അച്ഛ എന്ന് വിളിച്ച് അകത്തേക്ക് ചെന്ന നിധിയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തന്നെ രാജീവ് അഹങ്കാരത്തോടുകൂടി തന്നെ മുഖം തിരിച്ചു നടന്നു. അരുൺ അവിടെ വെച്ച് സുധീഷിനെ പരിഹസിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഇത്രയൊക്കെയുള്ള സ്ഥാനം വെറും കൂലിപ്പണിക്കാരനായ നിന്റെ കൂടെ കഴിയാനാണോ ഇവൾ ഞങ്ങളെ വേണ്ട എന്ന് വെച്ചത് എന്ന് അരുണിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ നിധിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. പക്ഷേ സുധീഷ് ആ തണുപ്പിലും അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു. പണമുള്ളവർക്ക് സ്നേഹമറിയില്ല നിധി, നമുക്ക് നമ്മുടെ സന്തോഷം നോക്കാമെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ തൻ്റെ കുടുംബത്തേക്കാൾ വലിയ നിധി തനിക്ക് ഈ സഹോദരന്മാരാണ് എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അന്ന് രാത്രി നികേഷ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കൊടൈക്കനാലിലെ ആ തടാകത്തിൻ്റെ കരയിൽ നിശബ്ദമായിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് സുഭാഷും ഹരീഷും ചെന്നു. നീ ഞങ്ങളുടെ ചോരയല്ലാന്ന് ആര് പറഞ്ഞു? ഈ ലോകത്ത് ഞങ്ങൾക്ക് നിന്നേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലടാ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്നേരം നികേഷിൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടവും അങ്ങ് അണപൊട്ടി ഒഴുകി. അവൻ്റെ മനസ്സിലെ ആ ഭാരമെല്ലാം ആ നിമിഷം അങ്ങ് ഇറക്കി വെച്ചു. ആ ട്രിപ്പ് വെറുമൊരു യാത്രയായിരുന്നില്ല. അവൻ്റെ മനസ്സിലെ ആ ഭാരമെല്ലാം ആ നിമിഷം അങ്ങ് ഇറക്കി വെച്ചു. ആ ട്രിപ്പ് വെറുമൊരു യാത്രയായിരുന്നില്ല, തകർന്നു പോയ ഒരു മനസ്സിനെ കൂട്ടിച്ചേർക്കാനുള്ള മരുന്നായി മാറി. പിറ്റേന്ന് രാവിലെ നിധി തൻ്റെ സർട്ടിഫിക്കറ്റുമായി ആ മലമുകളിൽ പോയി നിന്നു. അവൾ പൊരുതി നേടിയ ആ ഒരു വിജയത്തിനു മുന്നിൽ തൻ്റെ പഴയ കുടുംബത്തിൻ്റെ സമ്പത്തിനേക്കാൾ തിളക്കമുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിൽ തന്നെ നാട്ടിൽ വെച്ച് പിണങ്ങിപ്പോയ തൻ്റെ നീതുവിനെ ഹരീഷ് ഫോണിൽ വിളിക്കുന്നുണ്ട്. നീതു, നീ പറഞ്ഞത് ശരിയാണ്. നിന്റെ സ്നേഹം കാണാൻ എനിക്ക് വൈകിപ്പോയി. തിരിച്ചു വരുമ്പോൾ നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാമെന്നും പറയും. ഹരീഷിൻ്റെ വാക്കുകൾ കേട്ട് നീതുവിൻ്റെ പരിഭവങ്ങളെല്ലാം തന്നെ മാറി.
യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാസ്കരൻ ഉമ്മറത്ത് അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നികേഷ് ഓടിച്ചെന്ന് അച്ഛൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ചു. നിധിയുടെ സർട്ടിഫിക്കറ്റ് ഭാസ്കരൻ്റെ കയ്യിൽ കൊടുത്തു. അന്ന് നിധി ആദ്യമായിട്ട് തന്നെ ആ വീട്ടിൽ അടുക്കളയിൽ കയറിക്കൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് തന്നെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്തു. സുധീഷിൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ സ്വപ്നം വിരിയുന്നുണ്ടായിരുന്നു. നിധിയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കിയ ആ സന്തോഷത്തിൽ സുധീഷ് അവളെ നോക്കിയിട്ട് മന്ദഹസിച്ചു. അങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലും സ്നേഹം കൊണ്ട് അവർ തീർത്ത ആ ഒരു കിളിക്കൂട് കൂടുതൽ ഭദ്രമായി മാറുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.